ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ അതിവേഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ലോകാരോഗ്യ സംഘടനയുടെ കർശന നിർദ്ദേശങ്ങൾ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ സുപ്രധാന നടപടി. അതേസമയം കോങ്കോയിലും ഉഗാണ്ടയിലും പടരുന്ന ബ്യൂണ്ടിബ്യൂഗോ എന്ന എബോള വൈറസ് വകഭേദം അതീവ അപകടകാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ഇത് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ എബോള വകഭേദം ബാധിച്ച ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും മുൻകരുതലിന്റെ ഭാഗമായാണ് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയത്. കോങ്കോയെയും ഉഗാണ്ടയെയും നിലവിൽ ബാധിച്ചിരിക്കുന്നത് എബോള വൈറസിന്റെ ബ്യൂണ്ടിബ്യൂഗോ എന്ന അതീവ അപകടകരമായ വകഭേദമാണ്. ഈ വകഭേദത്തിന്റെ വ്യാപനം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണെന്ന് ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ചൂണ്ടിക്കാണിച്ചു. ഇതേ തുടർന്ന് ഇതിനെ ഒരു ഭൂഖണ്ഡാന്തര ആരോഗ്യ അടിയന്തരാവസ്ഥയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 22 ചേർന്ന ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര സമിതി യോഗം രോഗവ്യാപനം തടയുന്നതിനുള്ള താൽക്കാലിക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരിൽ പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളുണ്ടോ എന്ന് കണ്ടെത്താൻ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കും. നിലവിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം. കോങ്കോയുടെയും ഉഗാണ്ടയുടെയും അതിർത്തി പങ്കിടുന്ന ദക്ഷിണ സുഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിലവിൽ രോഗവ്യാപനത്തിന്റെ കടുത്ത ഭീഷണിയിലാണ്. എബോള ബാധിത പ്രദേശങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് രോഗം പടരാതിരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ ഏകോപനത്തോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. യാത്രാ വിലക്ക് നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ പൗരന്മാർ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിലവിലെ സാഹചര്യത്തിൽ ഒഴിവാക്കണമെന്ന് അധികൃതർ കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്.